കിട്ടിയാൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഇടുക്കി കാണാൻ പറ്റുന്നത് കാര്യം കോട വന്നതിന് ശേഷം. അങ്ങനെ ഇലവീഴ പൂഞ്ചിറയിൽ വന്ന് കയറി പറ്റിയ സമയം കേട്ടോ. കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കണ്ടേക്കണം. ഇനിയിപ്പം ഇതിൽ പറ്റിയ സമയം ഇനി വേറെ ഇല്ല. അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്നൊരു കിടിലൻ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടാണ് ഇങ്ങനെ മുകളിലോട്ട് കയറുന്നത്. കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നു. ആരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കയറിയിട്ടും തീരാത്ത കാര്യം വളരെ കഷ്ടം തന്നെ കേട്ടോ. പ്രത്യേകിച്ച് ഈ മഴ ടൈമിൽ കോട സെറ്റായിട്ട് ഇറങ്ങും. പക്ഷേ അടുത്തെവിടെയെങ്കിലും ആൾക്കാർ നിന്നപ്പോഴും കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ ട്രിവാൻഡ്രം പിടിക്കാനുള്ളതാണ്. അതിനിപ്പോൾ സ്ട്രെയിറ്റ് മാപ്പ് ഇടുക, വെച്ച് പിടിക്കുക. ഏകദേശം 5 മണിക്കൂർ കാണുന്നുണ്ട്. ആൾറെഡി ഇവിടെ ഇപ്പോൾ നാളെ ഹർത്താലായതുകൊണ്ട് പോവാൻ ഇച്ചിരി പാടാ. ഇന്ന് തന്നെ എത്ര അടുത്ത് ഞാൻ മഴ നനഞ്ഞാണ് വന്നതെന്നറിയാമോ? രാവിലെ കോട്ടയത്ത്, പിന്നെ പാലയിൽ മഴയുണ്ടായിരുന്നു. ഏകദേശം ഒരു 5-6 അടുത്ത് ഒതുങ്ങി. പക്ഷേ ഈ 100 രൂപ വരെ ഈ കോട്ട ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ ബാഗും സേഫായി, ഞാനും സേഫായി. പക്ഷേ ഇതേണ്ട ഹെൽമെറ്റിന് ഞാൻ ബാക്കിൽ തൂക്കിയായിട്ടിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ചേട്ടനെ ചോദിച്ചായിരുന്നു, ചേട്ടാ ഹെൽമെറ്റ് എങ്ങനെ സേഫാണെന്ന് വെച്ചു. പുള്ളിക്കാരൻ പറഞ്ഞ് നിലവിൽ പ്രശ്നമൊന്നുമില്ല, പിന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ പൊന്മുടിപ്പോയി ഒരുപാട് വിഷമിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്മുടിപ്പോയിട്ട് കോട കണ്ടില്ല. 10-80 കിലോമീറ്റർ മെനക്കെട്ട് പോയിട്ടാണ് കോട കാണാൻ പറ്റാത്തത്. അതിൻ്റെ വാശിക്കാണ് ഏകദേശം 200 കിലോമീറ്റർ താണ്ടി കോട കാണാൻ വേണ്ടി ഇവിടെ എത്തിയത്. പിന്നെ ഇലവീഴ പൂഞ്ചിറ ഞാൻ അന്ന് വന്നപ്പം ഇത്രയും കടകളൊന്നും മുകളിലില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് കടകൾ വന്നു. പിന്നെ നടന്ന് എൻ്റെ മുന്നേ വന്ന വഴി പോലും കാണാൻ പറ്റില്ല കേട്ടോ. രാവിലെ 4:30ക്കാണ് ഞാൻ ഇറങ്ങിയത്. 4:30ക്ക് ഇറങ്ങി. പിന്നെ വരുന്ന വഴിക്ക് മഴയൊക്കെ അടിച്ചതുകൊണ്ട് അത്യാവശ്യം ടൈം എടുത്താണ് വന്നത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാൻ വിചാരിച്ചാൽ ഇറങ്ങിപ്പോണം. നമ്മൾ പിന്നെ ആരെയും നമ്മൾ തിരിഞ്ഞു നോക്കല്ലോ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച പാഠമാണ്. ഞാനിതിപ്പോൾ 2 പ്രാവശ്യം കൊണ്ട് പ്ലാൻ ചെയ്യണം വരണമെന്ന്. പക്ഷേ പറ്റുന്നില്ല. അതാണ് ഇപ്പം ഇങ്ങനെ വന്നത്. ഈ മുകളിൽ പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്നൊരു പിടിയില്ല കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇടുക്കി പോയിട്ട് തൊട്ടപ്പുറത്തേക്ക് ആൾക്കാരെ പോലും കാണാൻ പറ്റില്ല. എൻ്റെ മഴക്കോട്ടാണ് കേട്ടോ 100 രൂപയ്ക്ക്. പിന്നൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഒറ്റയ്ക്കൊക്കെ യാത്ര പോകാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ അത് ഒറ്റയ്ക്ക് തന്നെ പോകണം. നമ്മളെ കൂട്ടിന് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിൻ്റെ കാര്യം. നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. യുറേക്ക. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് കാണാനില്ലല്ലോ. നമുക്കാണെങ്കിൽ എൻ്റെ മോനെ ഇത് കണ്ടോ? താഴെ ജീപ്പുണ്ട്. ജീപ്പ് സഫാരിക്ക് 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പിൽ വരാം. അതെനിക്ക് പക്ഷേ വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. നടന്ന് തന്നെ കാണണ്ടേ. ജീപ്പിലൊക്കെ വന്ന് എന്തിനാ പൈസ കളയുന്നത്? ആ 400 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ സൈഡ് പെട്രോൾ അടിച്ച് അടുത്ത സ്ഥലത്ത് പോവാം. മാക്സിമം ബഡ്ജറ്റ് ലാഭിക്കുക. എൻ്റെ അമ്മ കയറിട്ടും തീരുന്നില്ലല്ലോ ഈശ്വര. ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കാണാനില്ലെന്നാണ് പറഞ്ഞത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കണ്ടുകൂടെ കോടയാണെങ്കിലും. ഞാൻ എന്തായാലും പിന്നെ വന്ന സ്ഥിതിക്ക് കയറാതിരിക്കും ശരിയല്ലല്ലോ. അതുകൊണ്ട് ചവിട്ടി പിടിച്ച് നടന്ന് മുകളിൽ കയറാം. ഇവിടെ നിന്ന് ഇനി ട്രിവാൻഡ്രം പിടിക്കാനുള്ളതാണ്. എപ്പോഴെത്തുന്നൊരു പിടിയുമില്ല. ഇളങ്കാറ്റിലെവിടെയോ തേങ്ങ കുലയിലാടുന്നു.
വരുമ്പോൾ ഇടുക്കി നല്ല വൃത്തിയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഇടുക്കി കാണാൻ പറ്റുന്നത് കാര്യം കോട വന്നതിന് ശേഷം ഇടുക്കി ഡാമൊന്നും കാണാൻ പറ്റുന്നില്ല. കോട കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. താഴോട്ടൊക്കെ നല്ല സെറ്റ് സീനറി. പക്ഷെ എന്ത് ചെയ്യാൻ, ഓ ഇതാണ് ഇലവീഴ പൂഞ്ചിറ ഷൂട്ട് ചെയ്ത സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം. ഇവിടെ ഗ്യാസ് അടുപ്പുണ്ട്, പിന്നെ ഉണ്ടല്ലേ തൊട്ടി പാത്രം എല്ലാം ഉണ്ട്. പഴയ ഒരു ട്രെയിനിൻ്റെ മാതൃകയിലാണ് നമ്മുടെ പോലീസ് ആഡ് പോസ്റ്റ് ഇരിക്കുന്നത്. പക്ഷേ കാറ്റടിക്കുമ്പോൾ ജനൽ ശല്യം. ഇതിപ്പോൾ അങ്ങോട്ട് കയറാൻ ഡേഞ്ചറാണ്. കാര്യം എന്താ പറയുക, പല വിളക്ക് ഇളകിയിരിക്കുകയാണ്. നമ്മളെല്ലാം കയറി താഴെ പോയി കഴിഞ്ഞാൽ പണിയാണ്. എന്തായാലും ഫാനിനൊരു ലീഫുണ്ട്, ലൈറ്റുണ്ട്, ബാത്റൂമുണ്ട്. പക്ഷെ ഇവിടെ താമസിച്ചവർ സമ്മതിക്കില്ല. കാറ്റും മഴയും എല്ലാം കൊണ്ട് താമസിച്ച് എത്രയോ വർഷങ്ങളാണ് ഇവിടെ അവർ ജോലി ചെയ്ത് താമസിച്ചത്. അപ്പം ഇലവിഴ പൂഞ്ചിറയിലെ വിശേഷങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം 4.5 മണിക്കൂറാണ് എനിക്ക് ഇവിടെ നിന്ന് റണ്ണിങ് കാണിക്കുന്നത്. ഇനി 4.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം 192 കിലോമീറ്ററും ചില്ലറയുണ്ട്. ഈ 4.5 മണിക്കൂറിന് ഞാനിപ്പോൾ ഒരു കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 6:30ക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിർത്താതെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7:30, 8:30, 9:00, 10:00 മാക്സിമം ഒരു 11:30 ആകുമ്പോൾ എത്താൻ പറയും. ഒരു 100-200 കിലോമീറ്റർ അല്ലേ. എനിക്കത് തള്ളി ഉന്തി അങ്ങ് എത്തുമ്പോൾ ഒരു സമയം എടുക്കും. അങ്ങനെ 4.5 മണിക്കൂറുണ്ട്. 4.5 മണിക്കൂറിൽ ഇതിൽ ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ഹൈവേ പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റും. പക്ഷേ അതിന് ഇടയ്ക്കുള്ള കുറച്ച് ബൈ റോഡ് ഒത്തിരി ടാസ്ക്കാണ്.